എല്ലാവർക്കും നമസ്കാരം. അമേരിക്കയുടെ വെനിൻസുലൻ അധിനിവേശത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അമേരിക്കയും വെനിൻസുലയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു അധിനിവേശം, അമേരിക്ക വെനിൻസുലയിൽ നടത്തുന്ന അധിനിവേശത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്നത് അമേരിക്കയും വെനിൻസുലയും തമ്മിൽ താരതമ്യപ്പെടുത്താവുന്ന ശക്തികളാണോ എന്നുള്ളതാണ്. അമേരിക്കയും വെനിൻസുലയും തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്തുന്ന ശക്തികളല്ല. അമേരിക്ക ഒരു ഹെവി കൺട്രിയാണ്. അതുപോലെ തന്നെ ആയുധത്തിനും സമ്പത്തിനും എല്ലാം തന്നെ സൈനികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വെനിൻസുലയേക്കാൾ എത്രയോ മുന്നിലാണ് അമേരിക്ക. അപ്പോൾ അമേരിക്ക ഒരു ദുർബലമായ രാജ്യമായ വെനിൻസുലയിൽ അധിനിവേശം നടത്തുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിലാണ് ലോകരാജ്യങ്ങൾ രണ്ട് തട്ടിൽ നിൽക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഏകദേശം എല്ലാം തന്നെ അമേരിക്കയെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ തേർഡ് വേൾഡ് കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ ഒരു പരിധിവരെ അമേരിക്കയെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം സാമാന്യ നിയമങ്ങളുടെ, അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ ലംഘനമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് മറ്റൊരു രാജ്യം സൈനികമായി കടന്നു കയറുന്നത് എന്നുള്ളതാണ് ഇതിനുള്ള കാരണം. UN ചാർട്ടർ 51 പ്രകാരം ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വെനിൻസുലയിൽ അധിനിവേശം നടത്തിയിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താണ്? അമേരിക്കയുടെ അധിനിവേശം ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്, മറ്റ് പല രാജ്യങ്ങളിലും നടന്നിട്ടുണ്ട്. അത് ദുർബലമായ ചില രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അമേരിക്ക അധിനിവേശം നടത്തുന്നത്. തങ്ങളുടെ ആശയം പിന്തുടരാത്ത രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്ക അധിനിവേശത്തിലൂടെയാണ് കീഴടക്കിയിട്ടുള്ളത്. അത് മിക്ക സമയത്തും അമേരിക്കയിലെ രണ്ട് പാർട്ടികളാണല്ലോ ഉള്ളത്, പ്രധാനമായിട്ടും ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും. റിപ്പബ്ലിക് പാർട്ടിയുടെ ഭരണകാലത്താണ് കൂടുതൽ അധിനിവേശം നടന്നിട്ടുള്ളതെന്നാണ് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് കാണാൻ സാധിക്കുന്ന ഇറാഖിൽ നടത്തിയിട്ടുള്ള അധിനിവേശവും അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറിയതുമെല്ലാം തന്നെ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമയത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതേസമയം തന്നെ ഒരു പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ ദുർബലമായ വാദം നിരത്തി ഒരു സ്വന്തം അയൽ രാജ്യത്തേക്ക് കടന്നു കയറുന്ന ഒരു നടപടി ആദ്യമായിട്ടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു നയമാണ്. അദ്ദേഹം ഇതിന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, വെനിൻസുല എന്ന് പറയുന്ന രാജ്യം വൻതോതിൽ മയക്കുമരുന്ന് അമേരിക്കയിലേക്ക് കടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പായി നമുക്ക് ഇതിനകത്ത് ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്ക ഒരു വടക്കൻ അമേരിക്കൻ രാജ്യമാണ്. വടക്കൻ അമേരിക്കയിൽ രണ്ട് പ്രധാന രാജ്യങ്ങളാണുള്ളത്, കാനഡയും അമേരിക്കയും. ഈ രണ്ട് രാജ്യങ്ങളും വലിയ ഭൂസ്വതയുള്ള രാജ്യങ്ങളാണ്. അതായത് വടക്കൻ അമേരിക്കയുടെ താഴെയായിട്ട് കിടക്കുന്ന തെക്കൻ അമേരിക്കയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിൽ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിൽ കൊളംബിയ, ഇക്വഡോർ, വെനസ്വേല തുടങ്ങിയിട്ടുള്ള പ്രധാന ചെറിയ ചെറിയ രാജ്യങ്ങളാണ് നമ്മളിവിടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു ദുർബലമായ രാജ്യമാണ് വെനസ്വേല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം 2013 വരെ വെനസ്വേലയിൽ ഭരണാധികാരിയായിരുന്ന ഹ്യൂഗോ ഷാവേസ് ഒരു ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുകയും ഇടതുപക്ഷ ചിന്താഗതിയിലേക്ക് ആ രാജ്യം എത്തിപ്പെടുകയും ചെയ്ത ഒരു രാജ്യമാണ്. നമുക്കറിയാം, അമേരിക്ക ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ പിന്തുണയ്ക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഏത് രാജ്യത്തെയും ഏതെങ്കിലും വിധം അട്ടിമറിക്കുക എന്നുള്ളത് അമേരിക്കയുടെ നയമാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഒരിക്കലും അമേരിക്കയുടെ നയമല്ല. ഏതെങ്കിലും തരത്തിൽ അമേരിക്ക അവിടെ കടന്നു കയറുകയും ആ രാജ്യത്തെ എന്തെങ്കിലും അട്ടിമറിയിലൂടെ പുറത്താക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു രീതി. അപ്പോൾ ഈ ഒരു രീതി തന്നെയാണ് ഇവിടെ അമേരിക്ക വെനസ്വേലയ്ക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. വെനസ്വേല ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. ഹ്യൂഗോ ഷാവേസിന് മരണശേഷം അദ്ദേഹം തന്നെ പിൻഗാമിയാക്കി വെച്ചിരുന്ന നിക്കോളാസ് മഡുറോ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹം കഴിഞ്ഞ 13 വർഷമായിട്ട് ഏകാധിപതിയെ പോലെ തന്നെ വെനസ്വേലയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഒരു താല്പര്യത്തിനും അദ്ദേഹം വഴങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വെനസ്വേലയിൽ എന്താണ് ഇത്ര കടന്നു കയറാൻ മാത്രമുള്ള ഒരു പ്രത്യേകത എന്നുള്ളത് നാം പരിശോധിക്കുമ്പോൾ സാമ്പത്തികമാണ് ഒരു പ്രധാന കാരണം. കാരണം വെനസ്വേലയിൽ ഒരു ഓയിൽ റിച്ച് കൺട്രിയാണ്. അവിടെ ഒരുപാട് ഓയിൽ ശേഖരം, പെട്രോളിയം ശേഖരം, അതുപോലെ തന്നെ ഇന്ധന ശേഖരം ഉണ്ട്. ആ രാജ്യത്തുള്ള ഇന്ധന ശേഖരത്തിൻ്റെ പലതും തന്നെ ഇപ്പോഴും ഖനനം ചെയ്യപ്പെട്ടിട്ടില്ല. ഖനനം ചെയ്തെങ്കിൽ തന്നെ അത് പുറത്ത് വിറ്റഴിക്കാൻ സാധിക്കാതെ ആ രാജ്യത്തിന് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നുമില്ല. കാരണം അമേരിക്ക നടത്തുന്ന ഉപരോധമാണ് കാരണം. ഹ്യൂഗോ ഷാവേസിൻ്റെ ഭരണകാലത്ത് തന്നെ അമേരിക്ക വെനസ്വേലയിലെ എണ്ണ മറ്റ് രാജ്യങ്ങൾ മേടിക്കുന്നതിനോ മറ്റ് രാജ്യങ്ങളുമായി ഇടപാട് നടത്തുന്നതിനൊക്കെ വെനസ്വേലയെ മറ്റ് രാജ്യങ്ങളെ തടഞ്ഞിരുന്നു. അതൊരു ഉപരോധം മൂലം വെനസ്വേലയ്ക്ക് ഈ ഒരു റിച്ചായിട്ടുള്ള ഈ ഒരു പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ പോലെ വിറ്റ് കാശാക്കി സ്വന്തം രാജ്യം ക്ഷേമ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ രാജ്യം ഒരു പാപ്പരത്വത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തുള്ള എണ്ണ സമ്പത്തിനെ
എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഈ ഒരു സൈനിക നടപടി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു കാര്യമായിട്ട് ആളുകൾ പറയുന്നത്. പക്ഷേ മറ്റൊരു വശം, പിന്നെ വെനസ്വേല നിക്കോളാസ് മദുറോ എന്ന് പറയുന്ന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കെതിരെ ഒരു നാർക്കോട്ടിക് ടെററിസം, അതായത് അമേരിക്കയിലേക്ക് മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ട് അമേരിക്കൻ ജനതയെ മയക്കുമരുന്നിന് അടിമകളാക്കുക. മയക്കുമരുന്ന് ഒരു രാജ്യത്ത് എത്തിപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ആ രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തികവും പിന്നെ മറ്റു തരത്തിലുള്ള അരാജകത്വം, സാമ്പത്തിക അരാജകത്വം മാത്രമല്ല, ക്രിമിനൽസ് ഒന്നും അമേരിക്കൻ യുവജനത വഴിതെറ്റിപ്പോവും. അത്തരത്തിൽ ആ രാജ്യത്തെ നശിപ്പിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു മയക്കുമരുന്ന് എക്സ്പോർട്ട് അമേരിക്കയിലേക്ക് നടത്തുന്ന ഒരു രാജ്യമായിട്ടാണ് വെനസ്വേലയെ അമേരിക്ക ചിത്രീകരിച്ചിരിക്കുന്നത്. ആ പേരും പറഞ്ഞുകൊണ്ട് അതിന് മുഖ്യ പങ്കാളിയായിട്ടുള്ളത് വെനസ്വേലയുടെ പ്രസിഡൻ്റായിട്ടുള്ള നിക്കോളാസ് മദുറോയാണെന്നും നിക്കോളാസ് മദുറോ ഈ മാഫിയയുടെ ആളാണെന്നും പറഞ്ഞിട്ടാണ് ട്രംപ് ഈ ഒരു അധിനിവേശം നടത്തിയിട്ടുള്ളതും നിക്കോളാസ് മദുറോയെ ബന്ദിയാക്കി അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതും. പക്ഷേ ഒരു കാര്യം ഇവിടെയുണ്ട്. അമേരിക്കയുടെ വെനസ്വേലയുടെ ഒരിക്കലും മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല എന്നുള്ളതാണ് സത്യം. വെനസ്വേലയുടെ അയൽരാജ്യമായ കൊളംബിയയാണ് മയക്കുമരുന്നിൻ്റെ ഹബ്ബ്. അവിടുന്ന് കൊളംബിയയിൽ നിന്ന് വെനസ്വേല വഴി അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ട്രംപിൻ്റെ ഭാഗം. അപ്പോൾ ഇവിടെ പ്രസക്തമായ ചോദ്യം, എന്തുകൊണ്ട് ട്രംപ് കൊളംബിയ ആക്രമിക്കുന്നില്ല, ഇതിൻ്റെ സോഴ്സിനെ ആക്രമിക്കുന്നില്ല? കൊളംബിയയാണ് ഇതിൻ്റെ സോഴ്സെങ്കിൽ കൊളംബിയയിലെ ആദ്യം ആക്രമിക്കുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പെട്രോ ഗുസ്ത എന്ന് പറയുന്ന ഒരു പ്രസിഡന്റാണ് കൊളംബിയയിലുള്ളത്. അദ്ദേഹം അമേരിക്കയുടെ താല്പര്യമല്ല, അമേരിക്കയുമായിട്ട് ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം കൊളംബിയ ആക്രമിക്കാത്തതിൻ്റെ കാരണം കൊളംബിയയിൽ ഓയിൽ റിസോഴ്സസ് ഇല്ല എന്നുള്ളതാണ് കാരണം. ഓയിൽ അവിടെ ഇല്ല. തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു അധിനിവേശം അവിടെ നടത്തിയതുകൊണ്ട് കാര്യമില്ല എന്നുള്ള ഒരു സാമ്പത്തിക താല്പര്യം ഇതിനകത്തുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു മയക്കുമരുന്ന് കച്ചവടം അമേരിക്കയ്ക്ക് എതിരെ നടത്തുന്നു എന്നുള്ളത് ഒരു കണക്കിലെടുത്താൽ തന്നെ മറ്റൊരു പരമാധിക രാജ്യത്ത് കടന്നു കയറുവാൻ ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യത്ത് അധികാരമുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം കിട്ടേണ്ടത്. ഇത് മറ്റു രാജ്യത്തിലേക്ക് കടന്നു കയറാൻ വേറൊരു രാജ്യത്തിന് സൈനിക ശക്തി ഉപയോഗിച്ച് കടന്നു കയറാൻ അധികാരമില്ല എന്നുള്ളതാണ് ഈ ഉത്തരം. പക്ഷേ ഈ അമേരിക്കയിൽ നിന്ന് എതിർക്കാൻ കരുത്തുള്ള ഏതെങ്കിലും രാജ്യം ഇന്നുണ്ടോ? നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്ന് റഷ്യയും മറ്റൊന്ന് ചൈനയുമാണ്. ചിലർ പറയും യൂറോപ്യൻ രാജ്യങ്ങൾ. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരിക്കലും അമേരിക്ക എതിർക്കുന്ന ഒരു നിലപാട് ഒരിക്കലും സ്വീകരിക്കാറില്ല. എല്ലായ്പ്പോഴും യൂറോപ്യൻ യൂണിയൻ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുകയാണ് ചെയ്യാറ്. ഈ ഒരു കാര്യത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്നത്. പ്രത്യേകിച്ചും പഞ്ചമഹാശക്തികളിൽപ്പെട്ട ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും മറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കൂടെ യൂറോപ്യൻ യൂണിയനും ഉണ്ട്. പക്ഷേ റഷ്യയും ചൈനയും ഇതിലൊന്നും പെട്ടതല്ല. അപ്പോൾ റഷ്യയും ചൈനയും എന്തുകൊണ്ടാണ് ഇതിനെ വ്യക്തമായിട്ട് എതിർക്കാത്തത്? ഒന്ന് ജിയോ പൊളിറ്റിക്സ് ആണ്. കാരണം റഷ്യയുടെയും ചൈനയുടെയും അടുത്തൊന്നുമല്ല ഈ വെനസ്വേല സ്ഥിതി ചെയ്യുന്നത്. ഇത് വേറൊരു ജിയോ പൊളിറ്റിക്കൽ ഏരിയയാണ്. അവിടെ അമേരിക്കയുടെ തൊട്ടടുത്ത അയൽരാജ്യമാണ് വെനസ്വേല. ആ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരട്ടെ എന്നുള്ള നിലപാടാണ് റഷ്യ സ്വീകരിക്കുന്നതെങ്കിലും ചൈനയ്ക്കും റഷ്യയ്ക്കും മറ്റു ചില താല്പര്യങ്ങളുണ്ട്. അമേരിക്ക അവിടെ അധിനിവേശം നടത്തിയതിന് വേണ്ടി റഷ്യയ്ക്കോ ചൈനയ്ക്കോ നഷ്ടങ്ങളൊന്നും പാടില്ല. കാരണം രാഷ്ട്രീയപരമായിട്ടോ സാംസ്കാരികപരമായിട്ടോ യാതൊരു ബന്ധവും വെനസ്വേലയും ചൈനയോ റഷ്യയോ തമ്മിലില്ല. പക്ഷേ ഇതൊരു സോഷ്യലിസ്റ്റ് കൺട്രി ആണെന്നുള്ള പ്രത്യേകതയുണ്ട് കണക്കിലെടുത്തെങ്കിൽ തന്നെ ഒരു ഏകാധിപത്യ രീതിയിൽ ഭരിക്കുന്ന ഒരു സർക്കാരാണ് വെനസ്വേല ഉള്ളത്. നിക്കോളാസ് മദുറോ എന്ന് പറയുന്ന ഒരു നേതാവുമായിട്ട് വ്യക്തിപരമായ ബന്ധങ്ങളൊന്നും തന്നെ റഷ്യൻ നേതാക്കന്മാർക്കും ചൈനീസ് നേതാക്കന്മാർക്കും ഇല്ല. കിം ജോങ് ഉന്നിനോട് റഷ്യയ്ക്കും ചൈനയ്ക്കും ഉള്ളതുപോലുള്ള ബന്ധമൊന്നും ഈ മദുറയോട് ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മദുറയുണ്ടായ ഈ ഒരു അതിക്രമം, മദുരയ്ക്കെതിരെ ഉണ്ടായ ഈ അതിക്രമം റഷ്യയ്ക്കും ചൈനയ്ക്കും പ്രതിരോധിക്കേണ്ട ആവശ്യം ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം, റഷ്യ ഇതുപോലെ തന്നെ ഒരു അധിനിവേശം ഉക്രൈനിൽ നടത്തിയിരുന്നു. ക്രീമിയ പിടിച്ചെടുത്തു. ഉക്രൈൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ റഷ്യയുടെ കൈകളിലാണ്. അതുപോലെ ചൈന തന്നെ തായ്വാനെ സ്വന്തം രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ആ രാജ്യത്തേക്ക് ഒരു കടന്നുകയറ്റം നടത്താൻ ചൈന ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യയുടെയും ചൈനയുടെ അധിനിവേശ മോഹങ്ങൾ ഒരു തരത്തിൽ വാലിഡേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അമേരിക്കയുടെ അധിനിവേശം. കാരണം ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഒരു തിയറിയാണ് ബാലൻസ് ഓഫ് പവർ. ഇവിടെ അമേരിക്കയെ ബാലൻസ് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും
റഷ്യയുമെങ്കിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ഉണ്ടാകുന്ന അധിനിവേശ മോഹങ്ങളെ അമേരിക്ക ഇവിടെ സ്വാധീകരിക്കുന്ന പോലെയാണ് അമേരിക്കയുടെ അയൽ രാജ്യങ്ങളിൽ അവർ നടത്തുന്ന അധിനിവേശം. ഇപ്പം ചൈനയ്ക്ക് നാളെ പറയാം, തൈവാനിൽ അതിക്രമിച്ച് കയറുമ്പോൾ പറയാം, അമേരിക്ക നിങ്ങൾ മറ്റൊരു രാജ്യത്ത് അതിക്രമിച്ച് കയറുകയും അധിനിവേശം നടത്തുകയും ചെയ്തതുപോലെ ഉള്ള ഒരു നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന മറ്റൊരു വിഘടിത ശക്തികൾക്കെതിരെയാണ് ഞങ്ങൾ അധിനിവേശം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യായം പറയാം. അതുപോലെ തന്നെയാണ് റഷ്യയ്ക്കും പറയാൻ സാധിക്കും. ഉക്രൈൻ അധിനിവേശത്തെ അവർക്ക് ന്യായീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു 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 ഒത്തുകളി പോലും ഈ ഒരു അധിനിവേശത്തെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ട്രംപ് നടത്തിയിട്ടുള്ള ഈ ഒരു അധിനിവേശം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഒരു 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 കേട്ടുകേൾവിയില്ലാത്തൊരു അധിനിവേശമാണ് ആധുനിക രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഉണ്ടാകും. പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ടാകും. കാരണം പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ നടക്കാൻ കാരണം അന്ന് ആയുധങ്ങൾ ഇത്രയും ഡെവലപ്പായിട്ടില്ല, ടെക്നോളജി ഇത്രയും വികസിച്ചിട്ടില്ല, സാമ്പത്തികമായിട്ട് ഗ്ലോബലൈസേഷൻ പോലുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആക്രമിക്കുക, കീഴടക്കുക, രാജാവിനെ ഈ രാജാവ് ആക്രമിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഇന്നത്തെ ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ അത് നടക്കാറില്ല. പക്ഷേ ദുർബലമായ ചില രാജ്യങ്ങൾ ഇങ്ങനെ സാമ്പത്തികത്തിൻ്റെ പേരിൽ മറ്റൊരു രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് രാജ്യത്തിനും കടന്നു കയറാം, പ്രത്യേകിച്ചും ആയുധങ്ങൾക്ക് കുറവുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ ഇവിടെയാണ് ബാലൻസ് ഓഫ് പവറിൻ്റെ പ്രസക്തി. നോർത്ത് കൊറിയൻ പ്രസിഡൻ്റായ കിം ജോങ് ഉന്ന് ആണവായുധം വികസിപ്പിച്ചത് തന്നെ അമേരിക്കയെ തടയാനാണ് എന്നാണ് പറയുന്നത്. അമേരിക്കയുടെ ഇത് വാദത്തെ സ്വാധീനിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടായത്. കിം ജോങ് ഉന്ന് വികസിപ്പിച്ച ആണവായുധങ്ങൾ ഒരിക്കലും മറ്റൊരു രാജ്യത്ത് അദ്ദേഹം പ്രയോഗിക്കുകയില്ല എന്ന് 100% ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഏക ലക്ഷ്യം അമേരിക്ക മാത്രമാണ്. കാരണം ഏത് നിമിഷവും കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയയിലേക്ക് കടന്നു കയറാൻ അമേരിക്കയ്ക്ക് കഴിയും. തങ്ങൾ ആണവായുധം വികസിപ്പിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും തങ്ങളുടെ രാജ്യത്തേക്ക് അവർ കടന്നു കയറുമെന്നുള്ള ഒരു ദീർഘവീക്ഷണമാണ് ആ രാജ്യത്ത് ഏകാധിപതിയായിട്ടുള്ള കിം ജോങിൻ്റെ പിതാവും മുത്തച്ഛനും ഒക്കെ ചേർന്നിട്ട് എടുക്കുകയും അതിനെതിരെയാണ് റഷ്യയുടെയും ചൈനയുടെ സഹായത്തോടുകൂടി അവർ ആണവായുധം വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വിയറ്റ്നാമിൽ വെച്ചിട്ട് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ കൈ കൊടുത്തത്. ഇത്തരത്തിൽ ആണവായുധം വെനിസ്വേലയുടെ പക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിൽ കൈ വിലങ്ങല്ല അദ്ദേഹം ട്രംപ് വെക്കുക, കൈ ഷേക്ക് ഹാൻഡാണ് കൊടുക്കുക, എന്നിട്ടാണ് ചർച്ചയിലേക്ക് വരുത്തുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഈ ബാലൻസ് കെപ്ലർ മോട്ടാൻ്റെ ബാലൻസ് ഓഫ് പവറിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഹാർഡ് പവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോഫ്റ്റ് പവർ വരുമ്പോൾ പവർ എന്ന് പറഞ്ഞാൽ നയതന്ത്രങ്ങളിലൂടെ സംഭാഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്, ഈ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഇവിടെ ആയുധങ്ങൾ വേണം. സോഫ്റ്റ് പവർ പോലും നടക്കണമെങ്കിൽ ഇവിടെ ഹാർഡായിട്ടുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ വേണം, രാജ്യങ്ങൾക്ക് വേണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ റിലേഷൻസ് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുകയാണ്. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയിരിക്കുന്ന അധിനിവേശം മറ്റു ചെറു രാജ്യങ്ങൾക്കുണ്ടാകുന്ന ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളും ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം. അപ്പോൾ കൊളംബിയ ആക്രമണ ഭീഷണിയാണ്, ക്യൂബ ആക്രമണ ഭീഷണിയിലുണ്ട്. അതുപോലെ തന്നെ ഏത് രാജ്യവും സോഷ്യലിസ്റ്റ് ഐഡിയോളജിയിലേക്ക് മാറുകയാണെങ്കിൽ ആ രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ ഒരു റഡാറിൽ വരികയും ആ രാജ്യത്തേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു കയറുകയും ചെയ്യാം എന്നുള്ള ഒരു നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയുധപ്പന്തയം നടക്കാൻ സാധ്യതയുണ്ട്. രഹസ്യമായിട്ട് ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ചെറു രാജ്യങ്ങൾ ശ്രമിക്കും. അതുപോലെ തന്നെ 1950 ശേഷം ഉയർന്നു വന്ന, അല്ലെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉയർന്നു വന്ന കോൾഡ് വാറിനുള്ള സാധ്യതയും വീണ്ടും തള്ളിക്കളയാനും കഴിയില്ല. ഇതാണ് ഇപ്പോൾ നടന്ന ഈ അധിനിവേശം മൂലം രാജ്യാന്തര ബന്ധങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റം. താങ്ക് യു.